അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ICCയിൽ അംഗങ്ങളായ 3 രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം സഞ്ചരിച്ചതായി ഫ്ലൈറ്റ് ഡാറ്റ വിവരങ്ങൾ പുറത്തുവന്നത് ICCയിലെ അംഗരാജ്യങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അമേരിക്കയിലേക്കുള്ള യാത്രയിൽ നെതന്യാഹുവിന്റെ വിമാനം ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പറന്നത്. ഇതിൽ ഇറ്റലിയും ഫ്രാൻസും ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും കീഴടങ്ങാത്ത നേതാവിനെ തങ്ങളുടെ അതിർത്തിയിൽ പ്രവേശിച്ചാൽ പിടികൂടി ICCക്ക് മുന്നിൽ ഹാജരാക്കാൻ ഏതൊരു അംഗരാജ്യത്തിനും നിയമം അനുശാസിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടന്ന യുദ്ധക്കുറ്റങ്ങളിലും മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കുണ്ടെന്ന് ആരോപിച്ച് 2024 നവംബർ 21-നാണ് ICC നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. റോം ചട്ടത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്ന നിലയിൽ ICC പുറപ്പെടുവിക്കുന്ന അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കാൻ ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോയപ്പോഴും നെതന്യാഹു ഇതേ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. മുൻകാലങ്ങളിൽ അറസ്റ്റ് ഭയന്ന് ചില രാജ്യങ്ങളുടെ വ്യോമാതിർത്തി നെതന്യാഹു ഒഴിവാക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂയോർക്കിലേക്ക് പോയപ്പോൾ ഗ്രീസും ഇറ്റലിയും കടന്നുപോയെങ്കിലും ഫ്രാൻസിനെ ഒഴിവാക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ടെലവീവിനടുത്തുള്ള ബെൻ ഗുരിയൻ വിമാനത്താവളത്തിൽ നിന്നാണ് നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് തിരിച്ചത്. ഇറാൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമായിരുന്നു. അമേരിക്ക ICCയിൽ അംഗരാജ്യമല്ലാത്തതിനാൽ നെതന്യാഹുവിന് അവിടെ അറസ്റ്റ് ഭീഷണിയില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കാനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 72,000-ലധികം പേർ കൊല്ലപ്പെട്ട ഗാസയിലെ സൈനിക നടപടികളാണ് ഈ അറസ്റ്റ് വാറന്റിന് ആധാരം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. വാറന്റ് നടപ്പിലാക്കാൻ തങ്ങൾക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് ഫ്രാൻസ് ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രായേൽ ICCയിൽ അംഗമല്ലാത്തതിനാൽ രാഷ്ട്രത്തലവന്മാർക്കുള്ള ഇമ്മ്യൂണിറ്റി പരിഗണിക്കണമെന്ന വാദവും അവർ തന്നെ ഉയർത്തുകയുണ്ടായി. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ്. ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യതയും മറുവശത്ത് ഇസ്രായേലുമായുള്ള ദീർഘകാല സൗഹൃദവും അവരെ കുഴപ്പിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ വിമാനം തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ തടയാതിരുന്നത് ഈ നയതന്ത്ര സങ്കീർണതയുടെ ഭാഗമായാണ് അവർ കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ നെതന്യാഹു ധൈര്യപൂർവ്വം ഈ പാത തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഭീഷണിയുള്ളതിനാൽ തിരിച്ചുപറക്കലിന് ഒരുപക്ഷെ മറ്റു വഴികൾ തേടേണ്ടി വന്നേക്കാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. എരുതിയിൽ എണ്ണയൊഴിക്കാൻ മാത്രമേ ഈ സന്ദർശനം ഉപകരിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒമാനിലെ ചർച്ചകൾക്ക് മുമ്പ് അമേരിക്ക നടത്തിയ പരസ്യ മുന്നറിയിപ്പുകൾ നയതന്ത്രത്തെ സഹായിക്കുന്നതല്ല, മറിച്ച് സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായിരുന്നു. ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാണെന്നും എന്ന പ്രസ്താവന നടത്തിയത് ചർച്ച മേശയിന്മേലേക്ക് വരുമ്പോഴും അമേരിക്കയുടെ സമീപനം ഭീഷണിയിലാണ് അടിയുറച്ചിരുന്നത്. എന്നാൽ ഇത്തരം വാക്കുകൾക്ക് മുന്നിൽ ഇറാൻ തളരുന്നില്ല എന്നതാണ് പ്രധാന സത്യാവസ്ഥ. കാരണം ഇറാൻ ഇതിനകം തന്നെ പതിറ്റാണ്ടുകളായി ഭീഷണികളും ആക്രമണങ്ങളും അതിജീവിച്ച രാഷ്ട്രം കൂടിയാണ്. ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്: സമാധാനത്തിന് തയ്യാറാണ്, പക്ഷേ കീഴടങ്ങലിന് തയ്യാറല്ല. തങ്ങളുടെ ആണവ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാണെന്നും അത് അന്താരാഷ്ട്ര നിയമപരിധിക്കുള്ളിൽ നടപ്പിലാക്കണമെന്നതാണെന്നും ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ചർച്ചകളെ ആണവ വിഷയത്തിൽ മാത്രം ഒതുക്കാൻ തയ്യാറാകാതെ മിസൈൽ പദ്ധതികളും പ്രാദേശിക ബന്ധങ്ങളും മനുഷ്യാവകാശ ചർച്ചകളും കൂട്ടിച്ചേർത്ത് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചർച്ചയല്ല, ഒരു രാഷ്ട്രീയ കുടുക്കയാണ് എന്ന വിമർശനം ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യ പോലൊരു പ്രദേശത്ത് ശത്രുതയും ആക്രമണ ഭീഷണിയും സ്ഥിരമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നത് യാഥാർത്ഥ്യബോധമുള്ള വസ്തുതയാണ്. ഇസ്രായേലിന്റെ നിരന്തര ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കൻ നാവിക വ്യോമസേനകൾ ഇറാന്റെ അതിർത്തിക്കടുത്ത് വിന്യസിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉപേക്ഷിക്കണം എന്ന ആവശ്യം ഒരു സ്വതന്ത്ര രാജ്യത്തോട് പറയുന്നത് നീതിയില്ലാത്ത സമീപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ മിസൈൽ വികസനം തുടരുന്നത് ആക്രമണത്തിന്റെ ലക്ഷ്യത്താൽ അല്ല, മറിച്ച് തടയൽ ശക്തികളുടെ ഭാഗമായി തന്നെയാണെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇറാന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതീകമാണ് സർജിക്കൽ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ. ഖര ഇന്ധന സംവിധാനമുള്ള ഈ മിസൈലുകൾ വേഗത്തിൽ വിക്ഷേപിക്കാനും ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കാനും കഴിയുന്നതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു സന്ദേശമാണ്: ആക്രമണം സംഭവിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും, അതും അതിവേഗവും നിർണായകവുമായ സമയത്ത് തന്നെയെന്ന്.
സർജിക്കലിൻ്റെ ദൂരപരിധി ഗൾഫ് മേഖലയിൽ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എന്ന വിലയിരുത്തൽ തന്നെ ഇറാനെ ആക്രമിക്കുന്നത് എത്ര അപകടകരമാണെന്ന് തെളിയിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഈ മേഖലയിലുടനീളം നിരവധി സൈനിക താവളങ്ങളും നാവിക സംവിധാനങ്ങളും ഉള്ളതിനാൽ ഒരു ആക്രമണം ആരംഭിക്കുന്നത് തന്നെ വലിയ പ്രാദേശിക യുദ്ധത്തിന് തുടക്കമാകുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് ഭീഷണിയല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള ശക്തമായ പ്രതിരോധ സന്ദേശമായാണ് ഇത് കാണേണ്ടത്. ഇറാൻ പലവട്ടം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചടി നൽകാൻ തയ്യാറാണ് എന്നത്. ഈ നിലപാട് ദൗർബല്യമല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനം കൂടിയാണ്. ഉപരോധങ്ങൾക്കിടയിലും പ്രതിരോധ വ്യവസായം വളർത്തിയെടുത്ത ഇറാൻ ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾക്കിടയിലും സ്വന്തം നിലപാട് മാറ്റാതെ നിലകൊള്ളുന്ന അപൂർവ രാഷ്ട്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. മസ്കറ്റിലെ ചർച്ചകൾ വിജയിക്കുമെന്ന് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് സമാധാനത്തിന്റെ വിജയം മാത്രമല്ല, ഇറാന്റെ ഉറച്ച നിലപാടിന്റെ വിജയം കൂടിയായിരിക്കും അങ്ങനെയെങ്കിൽ. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന് കാരണം ഇറാന്റെ നിലപാടല്ല, മറിച്ച് ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സമീപനമായിരിക്കും. ഇതിന് എഴുതിയിൽ എണ്ണയൊഴിക്കും വിധമാണ് ഇപ്പോൾ നെതന്യാഹുവിന് യാത്രയുണ്ടായിരിക്കുന്നത്. എങ്കിലും അവസാനം പശ്ചിമേഷ്യയിലെ സമാധാനം നിർണ്ണയിക്കപ്പെടുന്നത് മിസൈലുകളാലല്ല, മറിച്ച് നീതിയിലുള്ള നയതന്ത്രത്തിലൂടെയാണ്. എന്നാൽ ആ നയതന്ത്രം സാധ്യമാകണമെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലെ സ്വതന്ത്ര സുരക്ഷാ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇറാൻ കീഴടങ്ങില്ല എന്നതാണ് അവരുടെ ചരിത്രവും അവരുടെ നിലപാടുകളും ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതുതന്നെയാണ്. അതിനുള്ള ഉദാഹരണമായിരുന്നു ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക അയച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നത്. ആ പടക്കപ്പൽ ഒമാൻ തീരത്ത് എത്തും മുമ്പ് തന്നെ ഇറാൻ സൈന്യം ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യത്തിൽ വിമാനവാഹിനി കപ്പലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ദൃശ്യമായിട്ടുണ്ട്. അമേരിക്കയുടെ അതീവ സുരക്ഷാ മേഖല പോലെ കടലിൽ നീങ്ങുന്ന വിമാനവാഹിനി കപ്പലിന്റെ ഇത്തരമൊരു ദൃശ്യം ഇറാൻ പുറത്തുവിട്ടതിന് പിന്നിലെ ഉദ്ദേശം USS എബ്രഹാം ലിങ്കണും തങ്ങളുടെ പോയിന്റ് ബ്ലാങ്കിലാണ് എന്നത് അമേരിക്കയെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. നിരവധി പടക്കപ്പലുകളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും വൻ സുരക്ഷയിൽ ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട എബ്രഹാം ലിങ്കൺ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിക്കപ്പെടണമെന്നത് ഈ പടക്കപ്പൽ വ്യൂഹത്തെ പറഞ്ഞുവിട്ടവർക്ക് സാക്ഷാൽ ട്രംപിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അമേരിക്കയെയും അവരുടെ കപ്പൽപ്പടയെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശം മാത്രമല്ല, ആക്രമിക്കാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പും നൽകുന്നതിന് വേണ്ടിയാണ് ഇറാൻ ഡ്രോൺ പറത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചയിൽ പോലും ഇറാൻ സേനയ്ക്ക് താൽപ്പര്യമില്ല എന്നതാണ് വസ്തുത. അറബ് രാജ്യങ്ങളും റഷ്യയും മുൻകൈയെടുത്ത് നടക്കുന്ന ചർച്ച ആയതിനാലാണ് ഇറാൻ സുപ്രീം ലീഡറും ഈ ചർച്ചയെ എതിർക്കാതിരിക്കുന്നത്. എങ്കിലും ഇറാന്റെ അഭിമാനം പണയം വെച്ചുള്ള ഒരു തീരുമാനത്തിലും തങ്ങളെ കിട്ടില്ലെന്ന് ഇറാൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ സമവായ ചർച്ചകൾ പൂർണ്ണമായും പൊളിയാൻ സാധ്യതയില്ലെന്നുള്ള ചില വിലയിരുത്തലുകളും വരുന്നുണ്ട്. ചർച്ച നടക്കേണ്ടതും ഏറ്റുമുട്ടൽ ഒഴിവാക്കേണ്ടതും ഇപ്പോൾ അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇറാൻ ഒരു അറ്റാക്ക് പൊസിഷനിലേക്ക് നീങ്ങുമെന്നത് വെല്ലുവിളിക്കുമ്പോൾ ട്രംപും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച് കാണില്ല. അതല്ലെങ്കിൽ ഇറാന്റെ സൈനിക കരുത്ത് അളന്നതിൽ അവർക്ക് തെറ്റിപ്പോയി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും.